അവധിക്ക് അമ്മയുടെ വീട്ടിലേക്ക് ഞാനും കുടുംബവും പോയി. അമ്മയുടെ വീടിനെക്കുറിച്ച് ഒരുപാട് കഥകൾ ചെറുപ്പം തൊട്ടേ കേട്ടിട്ടുണ്ട്. എനിക്ക് പ്രേതത്തെ പേടിയില്ല, കാരണം അതൊന്നും ഈ ലോകത്ത് ഇല്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ആ ചിന്ത അധികകാലം ഉണ്ടായില്ല. ആ വീട്ടിൽ രാത്രി നേരത്തു ആരോ വണ്ടി തള്ളിപ്പോവുന്ന ശബ്ദം കേൾക്കാം. അതെന്താണെന്ന് പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞത് പണ്ട് ഈ വീട്ടിൽ രാജാവിൻ്റെ കോട്ടയിലെ ഭടന്മാരാണ് താമസിച്ചിരുന്നത്. യുദ്ധത്തിൽ എല്ലാവരും മരിച്ചു. അവരെ ഇവിടെ തന്നെയാണ് കുഴിച്ചിട്ടുള്ളത്. അതുകഴിഞ്ഞു 2 തലമുറകൾ കഴിഞ്ഞു. ഇപ്പോഴും അവരുടെ ആത്മാക്കൾ ഇവിടെ ഉണ്ടെന്ന് പലരും പറയുന്നു. അതിൻ്റെ തെളിവാണ് രാത്രിയിലെ ആ ശബ്ദം. പണിക്കരുടെ അടുത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം വന്നു നോക്കി പറഞ്ഞത് അവർ നമ്മെ ഉപദ്രവിക്കില്ല എന്നാണ്. അവർ നമ്മളെയും കുടുംബത്തെയും സംരക്ഷിക്കും എന്നാണ്. പക്ഷേ അവരെ ശല്യം ചെയ്താൽ അവരുടെ കോപത്തിന് നമ്മൾ ഇരയാവും എന്നും പറഞ്ഞു. അതുകൊണ്ട് ഇതുവരെ ആരും അതെന്താണെന്നൊന്നും നോക്കാൻ പോയിട്ടില്ല. നീയും പോവണ്ട എന്ന് അമ്മ നിർദ്ദേശിച്ചു. അന്ന് രാത്രി നല്ല മഴ. എൻ്റെ ചേച്ചിയുടെ മുറിയിൽ ആണ് ഞാൻ കിടന്നത്. മുറിക്കു താഴെ നായയെ കെട്ടി ഇട്ടിട്ടുണ്ട്. അത് കുരച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറക്കം വന്നില്ല. ചില പേടിപ്പിക്കുന്ന ശബ്ദവും കേട്ടുകൊണ്ടേയിരുന്നു. അപ്പോഴും ഞാൻ പേടിച്ചില്ല. അത് ഒരു അസ്വാഭാവിക സംഭവം ആണെന്ന് ആർക്കായാലും തോന്നും. പക്ഷേ ഞാൻ ധൈര്യത്തോടെ ഇരുന്നു. അപ്പോഴാണ് ജനാലയിൽ ഒരു വെളിച്ചം തോന്നിയത്. ചില്ലിട്ട ജനാലയായതുകൊണ്ട് ഞാൻ അതുവഴി പുറത്തു നോക്കി. അപ്പോൾ ഞാൻ ആ ഭയാനകമായ രംഗം കണ്ടു. നായ ചത്ത് കിടക്കുന്നു. ജനാലയ്ക്ക് നേരെയാണ് കിണർ. അവിടെ 2 പേര് ഇരുന്നു സംസാരിക്കുന്നു. അത്ര ഉച്ചത്തിലാണ് എനിക്ക് കേൾക്കുന്നത്. അതെന്താണെന്ന് അറിയാൻ ഞാൻ ആ ജനാല തുറന്നു. അപ്പോഴാണ് മനസ്സിലായത് അത് മനുഷ്യനല്ല. ആ ഭയപ്പെടുത്തുന്ന മുഖം ഞാൻ കണ്ടു. പണ്ട് കഥകളിൽ കേട്ട വേതാളത്തിനെ പോലെ. ചേച്ചി നല്ല ഉറക്കത്തിലായിരുന്നു. അവളെ ഉണർത്തി ഇത് കാണിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് ശബ്ദം പുറത്തു വരുന്നില്ല. അപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു. ശരീരം മരവിച്ച പോലെ ആയി. അപ്പോഴും അതിനെ സൂക്ഷിച്ചു നോക്കി. ആ 2 പ്രേതവും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതെന്താണെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. അത് എനിക്കറിയാവുന്ന ഭാഷയെ അല്ല. എന്ത് ഭാഷയാണെന്ന് പോലും അറിയുന്നില്ല. അപ്പോഴാണ് പേടി എന്താണെന്ന് ഞാൻ അറിയുന്നത്. പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല. രാവിലെ ആയി. ഞാൻ എണീച്ചു. ആദ്യം തന്നെ ശബ്ദം വരുന്നുണ്ടോ എന്ന് നോക്കി. വരുന്നുണ്ട്. അപ്പോഴാണ് സമാധാനം ആയത്. പേടി സ്വപ്നമാവുമെന്ന് എന്നെ തന്നെ പറഞ്ഞു. ഞാൻ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അമ്മയെ വിളിച്ച് മുറ്റത്ത് വന്നപ്പോൾ എല്ലാവരും കരയുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ അമ്മ വിരൽ ചൂണ്ടിക്കാണിച്ചു. ഞാൻ അവിടേക്ക് നോക്കിയപ്പോൾ പതറിപ്പോയി. ഞാൻ ലാളിച്ചു വളർത്തിയ നായ ശരിക്കും ചത്തുപോയി കിടക്കുന്നു. അതും വളരെ ക്രൂരമായി. അപ്പോൾ ഞാൻ രാത്രി കണ്ടതെല്ലാം സത്യമാണെന്ന് എനിക്കുറപ്പായി. എല്ലാം ഞാൻ വീട്ടിലുള്ളവരോട് പറഞ്ഞു. പിന്നെ ഹോമവും ഒക്കെ ആയി കുറച്ച് ദിവസം. അന്നു മുതൽ ആ ശബ്ദം ആരും കേട്ടിട്ടില്ല. 2 മാസത്തിനു ശേഷം വീണ്ടും പണ്ടത്തേക്കാൾ ഉച്ചത്തിലാണ് ആ വണ്ടി തള്ളുന്ന ശബ്ദം കേട്ടത്. അതോടെ അടുത്ത ദിവസം തന്നെ അവിടെ നിന്നും ഞാനും കുടുംബവും യാത്രയായി. ഇനിയും അവിടെ നിന്നാൽ പല അനുഭവവും ഉണ്ടാവുമെന്ന് എല്ലാവർക്കും തോന്നി. ഇത് നടന്നു 2 വർഷമായി. പക്ഷേ ഒന്നും എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. പിന്നീട് ഞാനും കുടുംബവും ഇന്ന് വരെ ആ വീട്ടിലേക്ക് പോയിട്ടില്ല. പലരും ഇത് ഒരു കെട്ടുകഥയാണെന്ന് പറഞ്ഞേക്കാം. പക്ഷേ അവരവർക്ക് അനുഭവം ഉണ്ടാവുമ്പോഴാണ് അത് മനസ്സിലാക്കാനും വിശ്വസിക്കാനും കഴിയൂ.